So നമുക്കറിയാം ഒരു സർവേ നടത്തുമ്പോൾ അല്ലെങ്കിൽ ഒരു ഡാറ്റ കളക്ഷൻ നടത്തുമ്പോൾ അതിന് വളരെ പ്രധാനമായിട്ട് വേണ്ട ഒരു കാര്യമാണ് ക്വസ്റ്റ്നെയർ അല്ലേ. സോ ദിസ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് questionnaire. The questions will be like this. This is a study on banking habits of people of Kerala. Okay, banking habits of people of Kerala. അതാണ് ഈ ഒരു സ്റ്റഡിയുടെ ടൈറ്റിൽ എന്ന് പറയുന്നത്. So this is the questionnaire used for the collection of data from various parts of Kerala, especially from the banking customers. Okay, so you may have seen this type of questions. Do you have access to computer? Do you have access to internet? Do you have mobile phone? And another question is how many accounts do you have with this bank, and which bank you are regularly dealing with, type of accounts, savings, current, recurring, fixed, have you taken loan, vehicle loan, education loan, personal loan, education, agricultural loan, etc. And you might have seen this type of ranking questions. What is the criteria? What is the criteria of selecting a bank? ഒന്നെങ്കിലും കൺവീനിയൻസ് ആകാം, തൊട്ടടുത്തുള്ളതായതുണ്ടാകാം, അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് റേറ്റ്, മേ ബി ഫേവറബിൾ ഇൻട്രസ്റ്റ് റേറ്റ് ഓഫ് ലോൺസ് ആൻഡ് ഡെപ്പോസിറ്റ്സ്. പിന്നെ ഇപ്പോൾ നമ്മൾ ബ്രാൻഡ് ഇമേജ്, ഇപ്പോൾ SBI എന്നൊക്കെ പറയുമ്പോൾ വളരെ ബ്രാൻഡഡ് ആണ്, അപ്പോൾ അങ്ങനെയാകാം. ഓർ ഇറ്റ് മേ ബി ദ റീസൺ ഡ്യൂ ടു ദ ATM നിയർ യുവർ ഹോം ഓർ വർക്കിംഗ് പ്ലേസ്. സോ ദർ ആർ സെവറൽ ഓപ്ഷൻസ്. നമുക്ക് റാങ്ക് എന്താണ് അതിൻ്റെ കാരണം, അപ്പോൾ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് കാണാം. സോ ഹൗ ലോങ് യു ആർ ബീങ് സർവീസ് ദ പ്രസൻറ്റ് ബാങ്കർ, ഇപ്പോൾ നമ്മൾ എത്ര വർഷമായിട്ട് നമ്മൾ ബാങ്കിൻ്റെ സർവീസ് സ്വീകരിക്കുന്നു, അങ്ങനെ നമുക്ക് ആവശ്യമായിട്ടുള്ള ഇൻഫർമേഷൻസ് എല്ലാം സോ യു ക്യാൻ ആസ്ക് ടു ദി റെസ്പോണ്ടൻറ്റ് ത്രൂ ദിസ് ടൈപ്പ് ഓഫ് questionnaire. So this is a particular example of questionnaire, and you can see also other type. These are yes or no, or you can tick or you can mark, etc. And there are other type of questions like please show your awareness regarding the following. My bank provides ATM facility. Are you aware? Adana chodyam. There are 5 possibilities: fully aware, partially aware, unaware, or totally unaware. So this is another type of variable. 5 option ഉണ്ട്, അതിൽ ഏത് വേണമെങ്കിലും ടിക്ക് ചെയ്യാം. ഓക്കെ, സോ പിന്നെ ഇത് യെസ് ഓർ നോ, അടുത്ത ATM കാർഡ് ഉണ്ടോ എന്നൊക്കെയുള്ള യെസ് ഓർ നോ ക്വസ്റ്റ്യൻ. ഇൻ്റർനെറ്റ് ബാങ്കിങ് ഉണ്ടോ, മൊബൈൽ ഫോൺ ബാങ്കിങ് ഉണ്ടോ, ടെലിഫോൺ ബാങ്കിങ് ഉണ്ടോ, അതൊക്കെയുള്ള ക്വസ്റ്റ്യൻസ്, അത് യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആണ്. പിന്നെ പീരിയഡ്സ്, ഇയേഴ്സ് കൊടുത്തിരിക്കുന്ന ക്വസ്റ്റ്യൻസ് കാണാം. പിന്നെ വൺസ് ഇൻ എവറി ഡേ, വൺസ് ഇൻ എ വീക്ക്, വൺസ് ഇൻ എ മന്ത്, വൺസ് ഇൻ 3 year, നെവർ, എക്സെട്ര, അങ്ങനെയൊക്കെ. അതുപോലെ സാറ്റിസ്ഫാക്ഷൻ ഉണ്ടോ, ഒരു ഹൈലി സാറ്റിസ്ഫൈഡ്, നോ ഒപ്പീനിയൻ, ഡിസാറ്റിസ്ഫൈഡ്, ഹൈലി ഡിസാറ്റിസ്ഫൈഡ്. അതിനുവേണ്ടി 1 2 3 4 5 എന്നൊക്കെ കൊടുക്കാം. ഫോർ എക്സാമ്പിൾ, ലൊക്കേഷൻ ഓഫ് ദി ബാങ്ക്, ആർ യു സാറ്റിസ്ഫൈഡ് ഓർ നോട്ട് സാറ്റിസ്ഫൈഡ് ഓർ ഡിസാറ്റിസ്ഫൈഡ് ഓർ ഹൈലി ഡിസാറ്റിസ്ഫൈഡ്, അത് നമുക്ക് എന്താ വെച്ചാൽ ടിക്ക് ചെയ്യാം. അങ്ങനെ നമുക്ക് 5 point സ്കെയിലിൽ അല്ലെങ്കിൽ 5 point ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് ഇങ്ങനെ ആഡ് ചെയ്യാം. സോ നമുക്ക് പല ടൈപ്പ് ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ നമുക്ക് ടിക്ക് ചെയ്യാം, യെസ് ഓർ നോ പറയാം, അല്ലെങ്കിൽ പല ഓപ്ഷൻ പറയാം, അല്ലെങ്കിൽ എഗ്രി, ഡിസഗ്രി, സ്ട്രോങ്ലി എഗ്രി, സ്ട്രോങ്ലി ഡിസഗ്രി, നോ ഒപ്പീനിയൻ, ആ രീതിയിൽ പറയാം. അപ്പോൾ ഇതൊക്കെ ഓരോ ക്വസ്റ്റ്യനെയറിൻ്റെ ക്വസ്റ്റ്യൻസിൻ്റെ മോഡൽസാണ്. സോ ഐ തിങ്ക് this is useful for you for the type of questions. And strongly agree, no opinion, disagree, strongly disagree, അതൊക്കെ ടിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ റെസ്പോൺസ് കൊടുക്കാം. ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് വായിക്കുക, അതിന് ശേഷം അത് എഗ്രി ആണെങ്കിൽ ഇവിടെ എഗ്രീൻ്റെ താഴെ ടിക്ക് ചെയ്യുക. മനസ്സിലായില്ലേ? അതാണ് ഓപ്ഷൻ എന്ന് പറയുന്നത്.
So this type of questions. So these are very fundamental to the research studies or sampling studies. Okay. പിന്നെ കൂടാതെ നമുക്ക് വേണമെങ്കിൽ പേഴ്സണൽ ഇൻഫർമേഷൻ കളക്ട് ചെയ്യും. നെയിം വേണമെങ്കിൽ കൊടുക്കാം, ഇല്ലേ വേണ്ട. ഏജ് ഇൻ ബിറ്റ്വീൻ 30 to 40, 40 to 50, അത് നമുക്ക് നമ്മൾക്ക് യുക്തമായ രീതിയിൽ അത് റേഞ്ചൊക്കെ നിശ്ചയിക്കും. സെക്സ് മെയിൽ ഓർ ഫീമെയിൽ, എഡ്യൂക്കേഷൻ SSLC, പ്രീ ഡിഗ്രി, ഡിഗ്രി, PG, പ്രൊഫഷണൽ, occupation student, salaried, professional, retired, business, agriculturist, self-employed, housewife, etc. Marital status, married, unmarried. So these are some fundamental. These are usually called demographic information. Demographic variables. So these are demographic variables, and these are variables usually used in questionnaires. Okay. So ഇങ്ങനെയുള്ള ക്വസ്റ്റനെയർ ഉപയോഗിച്ചിട്ടായിരിക്കും നമ്മളൊരു സ്റ്റഡി നടത്തുക. ആ സ്റ്റഡി നടത്തുന്നത് എന്തിനു വേണ്ടിയിട്ടായിരിക്കും? ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഇൻഫർമേഷൻ തയ്യാറാക്കാൻ വേണ്ടിയിട്ടായിരിക്കും. ഓക്കെ. സോ ഞാനൊരു വളരെ പ്രിലിമിനറി ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് പറയാം. കുറച്ച് മെറ്റീരിയൽസൊക്കെ നിങ്ങളുടെ ഗ്രൂപ്പിലേക്ക് ഇട്ടിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് വായിക്കാനും പഠിക്കാനും വേണ്ടിയിട്ട് ഞാൻ ഇട്ടിരിക്കുന്നതാണ്. ഇങ്ങനെ ഒരു പുസ്തകത്തിൻ്റെ ഒരു ഫസ്റ്റ് ചാപ്റ്റർ ഞാനിട്ടുണ്ട്. അത് വലിയൊരു പുസ്തകമാണ്, പക്ഷേ നിങ്ങൾക്ക് എല്ലാം ആവശ്യമില്ല. അതുകൊണ്ട് ജസ്റ്റ് ആ ഒരു നമുക്ക് ആവശ്യമുള്ള ഭാഗങ്ങൾ മാത്രം ഇട്ടിട്ടുണ്ട്. ഓക്കെ. സോ ഞാൻ കാണിച്ചു, based on this type of questionnaire, using this type of questionnaire, we need to take the data. Okay. So statistical data, we have to collect the statistical data. And what is the procedure actually? We have to collect the data, analyze the data, and then interpret the data. So there are three major steps. Collect the data, analyze the data, and then interpret the data. Interpretation. Okay. So how can we collect the data? The tool is nothing but questionnaire or schedules. Okay. What type of data we have to collect? For example, here we have some examples. Government needs variety of information regarding different sectors of economy, trade, industrial production, health and mortality, population, livestock, agriculture, forestry, environment, meteorology, and available resources. So that is an example of need of collection of data. So government requires this type of data, information from the common people. Okay. Then in agricultural production, the agriculture department requires agriculture production data. So they are collecting the agriculture production data. Then in business, in the industry and business, the information to be collected on labor, cost, quality, production, stock, demand, supply, etc. Okay. So everywhere you can see the need of data is strongly desirable. Okay. So the collection of data and analysis of data and then interpretation of data is very crucial for the national development. Okay. So you might have seen different data in different websites. ഉദാഹരണത്തിന് പറഞ്ഞാൽ നമ്മുടെ മിനിസ്ട്രി ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് പ്ലാനിങ് ആൻഡ് ഇംപ്ലിമെൻറ്റേഷൻ്റെ വെബ്സൈറ്റിൽ പോയി ഒരുപാട് ഡാറ്റ അനലൈസ് ചെയ്തിട്ടിരിക്കുന്നത് കാണാം. അതുപോലെ തന്നെ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഇക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ വെബ്സൈറ്റിൽ പോയാലും ഒരുപാട് ഡാറ്റ നമുക്ക് അനലൈസ് ചെയ്തിരിക്കുന്നതൊക്കെ കാണാൻ പറ്റും. അങ്ങനെ ഏത് മേഖലയിൽ നോക്കിയാലും നമുക്ക് ധാരാളം ഡാറ്റ അനലൈസ് ചെയ്ത് റിപ്പോർട്ട് തയ്യാറാക്കിയിട്ടിരിക്കുന്നത് കാണാൻ സാധിക്കും. ഞാൻ കഴിഞ്ഞ ദിവസം നിങ്ങളത് കാണിച്ചതാണ്, അതുകൊണ്ട് വീണ്ടും ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. ഓക്കെ. സോ നമ്മുടെ ഒരു സ്റ്റാറ്റിസ്റ്റീഷ്യൻ്റെ അല്ലെങ്കിൽ ഒരു മാത്തമാറ്റീഷ്യൻ്റെ ജോബ് എന്ന് പറയുന്നത്, വൺ ഓഫ് ദി ജോബ് ഓഫ് എ സ്റ്റാറ്റിസ്റ്റീഷ്യൻ ഓർ മാത്തമാറ്റീഷ്യൻ ഈസ് നത്തിങ് ബട്ട് ദ പ്രിപ്പറേഷൻ ഓഫ് a very good report according to the statistical analysis, based on the statistical analysis. That is a very important role. Okay. അപ്പോൾ ആ അനാലിസിസ് തെറ്റിപ്പോയി കഴിഞ്ഞാലോ, അത് തെറ്റിക്കഴിഞ്ഞാൽ നമ്മുടെ നാഷണൽ ഡെവലപ്മെൻറ്റിൽ തന്നെ തെറ്റുകൾ സംഭവിക്കാം. സോ വി ഷുഡ് ബി കെയർ അബൌട്ട് ദാറ്റ് അനാലിസിസ് ആൻഡ് ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് ദി ഡാറ്റ. ഓക്കെ. Now let us consider the type of data. നമുക്ക് പലതരത്തിലുള്ള ഡാറ്റ കിട്ടും. ഓക്കെ.
അത് മേജറായിട്ട് 2 ടൈപ്പ് ഡാറ്റയാണ്. ഒന്ന് പ്രൈമറി ഡാറ്റയും രണ്ടാമത്തത് സെക്കൻഡറി ഡാറ്റയുമാണ്. ഓക്കെ, സോ വാട്ട് ഈസ് പ്രൈമറി ഡാറ്റ? നമ്മളൊരു ക്വസ്റ്റ്യനെയറുമായിട്ട് ഒരു പഞ്ചായത്തിലൊരു സ്റ്റഡി നടത്തുകയാണ്. അപ്പോൾ പഞ്ചായത്ത് സ്റ്റഡി നടത്തുമ്പോൾ ആ പഞ്ചായത്തിൽ കുറച്ച് വീടുകൾ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യും. എന്നിട്ട് നമ്മൾ ആ ക്വസ്റ്റ്യനുമായിട്ട് ആ വീട്ടിലേക്ക് നേരെ ചെല്ലും. എന്നിട്ട് ആ വീട്ടിലെ ഗൃഹനാഥനോട് അല്ലെങ്കിൽ വീട്ടിലുള്ളവരോട് കാര്യങ്ങൾ ചോദിച്ച് നമ്മൾ ഡാറ്റ റെക്കോർഡ് ചെയ്തിട്ട് കൊണ്ടുവരും. ഓക്കെ, അതൊരു പ്രൈമറി ഡാറ്റയാണ്. ഓക്കെ, ഇനി എന്താണ് അപ്പോൾ സെക്കൻഡറി ഡാറ്റ? അപ്പോൾ നമുക്കറിയാം, നമ്മൾ ഓൾ ഇന്ത്യ സ്റ്റഡി നടത്തുമ്പോൾ നമുക്ക് ഇന്ത്യയിലുള്ള എല്ലാ ഭാഗങ്ങളിലും പോയിട്ട് നമുക്ക് ഡാറ്റ കളക്ട് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. പക്ഷെ നമുക്ക് എന്ത് ചെയ്യാം, ചില ഗവൺമെൻറ് വെബ്സൈറ്റുകളൊക്കെ നോക്കിയാൽ ഓൾറെഡി അവർ പല സ്റ്റഡിക്കും വേണ്ടി കളക്ട് ചെയ്ത ഡാറ്റ അവർ വെബ്സൈറ്റിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ഓൾറെഡി വേറെ ഒരു പാർട്ടി കളക്ട് ചെയ്ത ഡാറ്റ, ഇഫ് യു യൂസ് ദാറ്റ് ഡാറ്റ ഫോർ അവർ സ്റ്റഡി, ദെൻ ദാറ്റ് ഡാറ്റ ഈസ് കോൾഡ് സെക്കൻഡറി ഡാറ്റ. അപ്പോൾ അത് സെക്കൻഡറി ആണ്, രണ്ടാമതായി വീണ്ടും നമ്മൾ ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ പ്രൈമറി ഡാറ്റ എന്ന് പറഞ്ഞാൽ നമ്മൾ നേരിട്ട് പോയി കളക്ട് ചെയ്യുന്ന ഡാറ്റയും, സെക്കൻഡറി ഡാറ്റ ഈസ് നത്തിങ് ബട്ട് the data collected by some other person and we are using that data in our study. So the formal definition is given here. The data collected by the investigator from the original source are called primary data. If the required data had already been collected by some agencies or individuals and are now available in the published or unpublished records, these are known as secondary data. Okay, ചിലപ്പോൾ ന്യൂസ് പേപ്പറിൽ നിന്നായിരിക്കും, അല്ലെങ്കിൽ ഏതെങ്കിലും ഗവൺമെൻറ് വെബ്സൈറ്റിൽ നിന്നായിരിക്കും, അല്ലെങ്കിൽ ഏതെങ്കിലും ഡിപ്പാർട്ട്മെൻറ്റ് കളക്ട് ചെയ്ത് വെച്ചത് നമ്മൾ പോയി എടുക്കുന്നതായിരിക്കും. അതൊക്കെയാണ് സെക്കൻഡറി ഡാറ്റ എന്ന് പറയുന്നത്. ഓക്കെ, സോ വാട്ട് ആർ ദ സോഴ്സസ് ഓഫ് ദിസ് സെക്കൻഡറി ഡാറ്റ? ഹിയർ ദേ ഹാവ് ഗിവൺ ഒഫീഷ്യൽ പബ്ലിക്കേഷൻസ് ഓഫ് ഫെഡറൽ, സ്റ്റേറ്റ്, ലോക്കൽ ഗവൺമെൻറ്റ്സ്, ഞാൻ പറഞ്ഞ പോലെ റിപ്പോർട്ട്സ് ഓഫ് കമ്മിറ്റീസ് ആൻഡ് കമ്മീഷൻസ്, then publications and reports of business organizations, trade association and chambers of commerce, then data released by magazines, journals and newspapers, and publication of different international organization. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു WHO പോലെയുള്ള, ഉദാഹരണത്തിന് WHO വെബ്സൈറ്റ് നമ്മൾ കണ്ടു കഴിഞ്ഞ ദിവസം, വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ. അവിടെ നിന്നാണ് കോവിഡ് ഡാറ്റ കിട്ടുക. കോവിഡിൻ്റെ ലോകത്തിലുള്ള സ്റ്റാറ്റസ് അറിയണമെങ്കിൽ നമുക്ക് വേറെ എവിടെയും പോയിട്ട് കാര്യമില്ല, WHO വെബ്സൈറ്റ് പോയി. നമുക്ക് നേരിട്ട് പോയി കളക്ട് ചെയ്യാനൊന്നും പറ്റില്ല, പക്ഷെ നേരെ വെബ്സൈറ്റിൽ പോയാൽ കിട്ടും. അതുപോലെ തന്നെ കേരളത്തിലെ കോവിഡിൻ്റെ കണക്കുകളൊക്കെ അറിയണമെങ്കിൽ കോവിഡ് പോർട്ടലുണ്ട്, അവിടെ പോയാൽ നമുക്ക് കാണാൻ പറ്റും. എന്ന് പറഞ്ഞ പോലെ ധാരാളം വെബ്സൈറ്റുകൾ, publications അല്ലെങ്കിൽ international organizations, they are providing data on different variables. Okay, so that will be considered as secondary data. Okay, so these are two type of data. And what are the methods of collection of data? അത് നമ്മൾ പറഞ്ഞു. ഒന്ന് ഡയറക്റ്റ് പേഴ്സണൽ ഇൻ്റർവ്യൂ നമുക്ക് നടത്താം അല്ലേ, ഒരു ഷെഡ്യൂൾ വെച്ച്. ഉദാഹരണത്തിന് നമ്മൾ സെൻസസ് നടത്തും. സെൻസസ് ഇത് ഞാൻ പറഞ്ഞാണെന്ന് തോന്നുന്നു, എന്നാലും ഇനി ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാം. സെൻസസ് നടത്തുമ്പോൾ ടീച്ചേഴ്സിനെ അല്ലെങ്കിൽ എന്യൂമറേറ്റേഴ്സിനെ നമ്മൾ വീടുകളിലേക്ക് വിടും. എന്നിട്ട് എന്ത് ചെയ്യും, വീടുകളിൽ നിന്ന് ഈ എന്യൂമറേറ്റേഴ്സ് ചെന്ന് ആ ഷെഡ്യൂൾ ഉപയോഗിച്ച് അവരോട് ചോദിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി അപ്പം തന്നെ മാർക്ക് ചെയ്ത് വരും. സോ ദാറ്റ് ഈസ് എ പേഴ്സണൽ ഇൻ്റർവ്യൂ. ആ കാറ്റഗറിയിൽ പെടുന്നതാണത്. അനദർ മെത്തേഡ് ഈസ് ക്വസ്റ്റ്യനെയർസ് സെൻഡ് ത്രൂ മെയിൽ. നമുക്ക് വേണമെങ്കിൽ ക്വസ്റ്റ്യനെയർ ഈ ഷെഡ്യൂൾ വഴിയായിട്ട് അല്ലെങ്കിൽ ഡയറക്റ്റ് പേഴ്സണൽ ഇൻ്റർവ്യൂവിന് ഉണ്ടാക്കിയത് നമുക്ക് വേണമെങ്കിൽ മെയിൽ വഴിയായിട്ട് അയക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ സുഹൃത്തുക്കൾക്ക്, നമുക്ക് അറിയുന്നവർക്ക്, അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ആളുകൾക്കൊക്കെ വേണമെങ്കിൽ മെയിൽ വഴിയായിട്ട് അയക്കാം. എന്നിട്ട് അവരോട് തിരിച്ചയക്കാൻ പറയാം. അങ്ങനെ നമുക്ക് കളക്ട് ചെയ്യാം. ഇൻ്റർവ്യൂസ് ബൈ എന്യൂമറേറ്റേഴ്സ്, നമുക്ക് വേറെ ആൾക്കാരെ വിടാം. നമുക്ക് വേണ്ടിയുള്ള ഡാറ്റ ആണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ കുറച്ച് ആളുകളെ എന്യൂമറേറ്റേഴ്സായിട്ട് ട്രെയിനിങ് കൊടുത്ത് തിരഞ്ഞെടുത്ത്, സെൻസസിലൊക്കെ എങ്ങനെയാണ് സംഭവിക്കുന്നത്, സെൻട്രൽ ഗവൺമെൻറ് നേരിട്ട് പോയി എടുക്കലില്ല, നമ്മുടെ ലോക്കൽ ആളുകളെയൊക്കെ ഞങ്ങളൊക്കെ ട്രെയിനിങ്ങിന് പോയിട്ടുണ്ട്, ട്രെയിനിങ് കൊടുക്കാൻ വേണ്ടിയിട്ടൊക്കെ പോയിട്ടുണ്ട് കഴിഞ്ഞ സെൻസസിന്.
അങ്ങനെ ട്രെയിൻ ചെയ്ത് വിടും. അവർ ഡാറ്റ കളക്ട് ചെയ്യും. ടെലിഫോണിക് ഇൻ്റർവ്യൂ ഉണ്ട്, അനദർ മെത്തേഡ്. അത് നമുക്ക് ഫോണിലൂടെ ചോദിച്ച് മനസ്സിലാക്കാം അല്ലേ. ഒരുപക്ഷെ നമ്മൾ ബാങ്കുകളിൽ നിന്നോ അല്ലെങ്കിൽ ചിലപ്പോൾ ഇൻഷുറൻസ് സ്ഥാപനങ്ങളിൽ നിന്നൊക്കെ അവർ ചിലപ്പോഴൊക്കെ വിളിക്കും. അല്ലെങ്കിൽ ഇപ്പോൾ ഒരു വാഹനം അത് സർവീസിന് കൊടുത്ത് ആ സർവീസ് കഴിയുമ്പോൾ ഒരു കോൾ വരും, അവരുടെ എങ്ങനെ ഉണ്ടാകുന്നു സർവീസ് എന്നൊക്കെ ചോദിച്ചു എന്ന് പറഞ്ഞ പോലെ ടെലിഫോണിക് ഇൻ്റർവ്യൂ പറ്റാം. ഓക്കെ, സോ നമ്മൾ ക്വസ്റ്റ്യനെയർ കണ്ടു. ക്വസ്റ്റ്യനെയർ പ്രിപ്പയർ ചെയ്യുന്ന മെത്തേഡാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, എന്തൊക്കെയാണ് ക്വസ്റ്റ്യനെയറിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ? അപ്പോൾ നേരത്തെ കാണിച്ച ക്വസ്റ്റ്യനെയർ നിങ്ങളുടെ മനസ്സിലുണ്ടെന്ന് ഞാൻ വിചാരിക്കുകയാണ്. വീണ്ടും ഞാനത് കാണിക്കുന്നില്ല. അതിനുവേണ്ടി ഞാനത് ആദ്യം കാണിച്ചത്. ഇതാണ് ക്വസ്റ്റ്യനെയർ എന്ന് കാണിച്ചത്. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? ദ പേഴ്സൺ കണ്ടക്ടിങ് സർവേ മസ്റ്റ് ഇൻട്രൊഡ്യൂസ് ഹിംസെൽഫ് ആൻഡ് സ്റ്റേറ്റ് ദ ഒബ്ജക്റ്റീവ് ഓഫ് ദി സർവേ. ഒരു വീട്ടിൽ ചെന്നാൽ നമ്മൾ ഇത് എന്തിനു വേണ്ടിയിട്ടാണ്, സെൻസസ് ആണ് അല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ ആണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യണം. വേണമെങ്കിൽ ഒരു ലെറ്റർ കൊണ്ടുപോകാം. ഓക്കെ, അല്ലെങ്കിൽ ഒരു നമ്മുടെ ഐഡൻറ്റി കാർഡ് നമുക്ക് അതിൻ്റെ കൂടെ കൊണ്ടുപോകാം. അതാണ് ഒരു കാര്യം വേണ്ടത്. രണ്ടാമത്, ക്വസ്റ്റ്യൻസ് ഫോമിങ് ദ ക്വസ്റ്റ്യനെയർ ഓർ ഷുഡ് ബി ക്ലിയർ, അൺഅംബിഗ്യൂസ് ആൻഡ് ടു ദി പോയിന്റ്. വാഗ് ക്വസ്റ്റ്യൻസ് ഡു നോട്ട് ബ്രിങ് ഫോർത്ത് ക്ലിയർ ആൻഡ് കറക്റ്റ് ആൻസർ. അപ്പോൾ ക്വസ്റ്റ്യൻസ് വളരെ ക്ലിയർ ആയിരിക്കണം. ഇപ്പം നമ്മൾ നേരത്തെ കണ്ടല്ലോ, ഇതൊക്കെ കൃത്യമായിട്ട് മനസ്സിലാവുന്ന രീതിയിലായിരിക്കും ക്വസ്റ്റ്യൻസ്. ഇതിപ്പോൾ ഉദാഹരണത്തിന് ട്രാൻസാക്ഷൻ ഡു നോട്ട് ഡൺ അറ്റ് ബാങ്ക് ബ്രാഞ്ച് ആർ കോസ്റ്റ്ലി. അതൊരു ക്ലിയർ സ്റ്റേറ്റ്മെൻ്റ് ആണ്. പകരം ട്രാൻസാക്ഷൻ കോസ്റ്റ്ലി എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തിൻ്റെയാണ് ഏതിൻ്റെയാണെന്ന് സംശയം വരും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ക്വസ്റ്റ്യൻസ് ക്ലിയർ ആയിരിക്കും, കൃത്യമായിരിക്കും, കറക്റ്റായിരിക്കും. അപ്പോൾ മാത്രമല്ല, ഈ ക്വസ്റ്റ്യൻ ഷുഡ് ബി ഫോക്കസ് ഓൺ ദ ഒബ്ജക്റ്റീവ്സ്. നമുക്ക് നമ്മുടെ സ്റ്റഡിയുമായി ബന്ധപ്പെട്ട ഒബ്ജക്റ്റീവ്സിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലായിരിക്കണം ദ ക്വസ്റ്റ്യൻസ്. ഓക്കെ, ദ ലാംഗ്വേജ് ഷുഡ് ബി ഈസി ടു അണ്ടർസ്റ്റാൻഡ് ആൻഡ് ദ ടെക്നിക്കൽ ടേംസ് ഷുഡ് ബി properly defined. So the language, the English language, or if it is in Malayalam, you can do the correct words. If it is in English also, you have to check the language. Okay, that should be properly defined. Questions affecting prestige and the sentiments of the pupil and those involving calculation should be avoided by framing the questionnaire. അപ്പോൾ പ്രത്യേകിച്ച് സെൻസിറ്റീവായ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത് ഒഴിവാക്കണം പരമാവധി. പല വീടുകളിലും ചെല്ലുമ്പോൾ പല തരത്തിലുള്ള ആളുകളായിരിക്കും. അപ്പോൾ നമ്മൾ നിങ്ങളുടെ ഇപ്പോൾ മരണത്തെ സംബന്ധിച്ച് അല്ലെങ്കിൽ അവരുടെ കുടുംബജീവിതത്തെ സംബന്ധിച്ച് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അവർക്ക് മക്കളുണ്ടോ, മക്കൾ മരിച്ചു പോയിട്ടുണ്ടോ, അങ്ങനെയൊക്കെ ചോദിക്കുമ്പോൾ ചിലപ്പോൾ സെൻസിറ്റീവ് ക്വസ്റ്റ്യൻസ്, പിന്നെയുള്ള ക്വസ്റ്റ്യൻസിനൊന്നും ഉത്തരം കിട്ടാതെ വരും. അതുകൊണ്ട് പ്ലീസ് അവോയ്ഡ് ദാറ്റ് ടൈപ്പ് ഓഫ് സെൻസിറ്റീവ് ക്വസ്റ്റ്യൻസ്. ഓക്കെ, സോ അത് ഒരു ശ്രദ്ധിക്കാനുള്ളത്. സോ ആൻഡ് ദ പ്രിസൈസ് ആൻഡ് ഡെഫിനിറ്റ് ഇൻസ്ട്രക്ഷൻ ഫോർ ഫില്ലിംഗ് ക്വസ്റ്റ്യനെയർ നേരത്തെ നമ്മൾ കണ്ടു. നമ്മളൊരു 5 point സ്കെയിൽ ഉണ്ടല്ലേ. 5 സ്ട്രോങ്ലി എഗ്രി, നോ ഒപ്പീനിയൻ, ഡിസഗ്രി, സ്ട്രോങ്ലി. അപ്പോൾ അതിൻ്റെ തുടക്കത്തിൽ ഒരുപക്ഷെ നമ്മൾ കണ്ടിട്ടുണ്ടാവും. ഇതുണ്ടോ, പ്ലീസ് സ്റ്റേറ്റ് യുവർ ഡിഗ്രി ഓഫ് സ്റ്റേറ്റ്മെൻറ്റ് ഓർ ഡിസഗ്രിമെൻറ്റ് റിഗാർഡിങ് ദ ഫോളോവിങ്. അപ്പോൾ ഒരു കറക്റ്റായിട്ടുള്ള ഡയറക്ഷൻ കൊടുക്കണം. ഓക്കെ, the question should not be lengthy and otherwise the response should begin to lose interest in answer. ഒരുപാട് ക്വസ്റ്റ്യൻസ് വന്നാൽ നമുക്ക് ഒരുപക്ഷെ ആൻസർ ചെയ്യാൻ മേ ബി ഫീൽ ഡിഫിക്കൽട്ടി. സോ ദ റിമൈനിങ് ക്വസ്റ്റ്യൻ വിൽ നോട്ട് ബി കറക്റ്റ്. അവർ ഏതെങ്കിലുമൊക്കെ ഉത്തരം ടിക്ക് ചെയ്യും, അപ്പോൾ അത് തെറ്റിപ്പോകാനുള്ള സാധ്യത. സോ അതുകൊണ്ട് ഒരുപാട് ക്വസ്റ്റ്യൻസ് ആഡ് ചെയ്യാൻ പാടില്ല, എന്നാൽ അതേസമയം തീരെ കുറയാനും പാടില്ല. ഓക്കെ, ദ ഔട്ട്ലുക്ക് ഓഫ് ദി ക്വസ്റ്റ്യൻ ഷുഡ് ബി അട്രാക്റ്റീവ്. Printing the paper should be good quality. Sufficient space should be left with the answer depending upon type of questions. പിന്നെ അതിൻ്റെ ബോക്സുകളൊക്കെ ഇട്ടിരിക്കുന്നുണ്ടല്ലേ, ബോക്സുകൾ ഇട്ടിരിക്കുന്നത് വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് ടിക്ക് ചെയ്യാനുള്ള സ്ഥലമൊക്കെ കാണിച്ചു കൊടുത്തിട്ടുണ്ട്. പ്ലീസ് ടിക്ക് ഇങ്ങനെയൊക്കെ കാണിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കൃത്യമായിട്ട് ഡയറക്ഷനും അല്ലെങ്കിൽ അതിൻ്റെ സ്പേസിങ്ങും കാര്യങ്ങളെല്ലാം കൊടുത്ത് വേണം ക്വസ്റ്റ്യനെയർ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, so these are some important points to remember while framing the questionnaire. So നമ്മൾ 2 കാര്യങ്ങളാണ് പറഞ്ഞത്. ഒന്ന് ക്വസ്റ്റ്യനെയറിൻ്റെ പ്രസക്തി, സെക്കൻഡ് വൺ ഈസ് ഡാറ്റ, ടൈപ്പ് ഓഫ് ഡാറ്റ, പ്രൈമറി ഡാറ്റ ആൻഡ് സെക്കൻഡറി ഡാറ്റ. ഓക്കെ, സോ
Now we consider now ഇത് കുറച്ച് സാമ്പിളിൻ്റെ ബേസിക് കൺസെപ്റ്റാണ്. ഞാനത് ജസ്റ്റ് സ്കിപ്പ് ചെയ്യാണ്, നിങ്ങൾക്ക് അതിൻ്റെ ഫണ്ടമെൻ്റലായിട്ടുള്ള കാര്യങ്ങൾ മതി. സോ യു നോ what is actually what is the role of sample study? The census is nothing but the complete enumeration. ഇപ്പോൾ നമ്മൾ സെൻസസ് നടത്തുമ്പോൾ ഇന്ത്യയിലെ മുഴുവൻ ആളുകളുടെയും ഡാറ്റ കളക്ട് ചെയ്യും. അതിന് ഒരുപാട് കോസ്റ്റ്ലിയാണ്, ഒരുപാട് മാൻ പവർ വേണം, ടൈം വേണം, ഒരുപാട് ഒരു ഡിഫിക്കൽട്ടാണ്. കാരണം ഇന്ത്യ മുഴുവനുള്ള ആളുകൾ 130 കോടി ജനങ്ങളുടെ അറൗണ്ട് 130 കോടി ജനങ്ങളുടെ ഡാറ്റ എടുക്കണമെങ്കിൽ so that much training required, that much manpower required, that much money required, time required. നമ്മളൊരാളെ എന്യൂമറേറ്ററെ നമ്മളൊരു ദിവസം ഫീൽഡ് വർക്കിന് വിട്ടാൽ മിനിമം ഒരു 1000 രൂപ എങ്കിലും ഒരു ദിവസം ആൾക്ക് കൊടുക്കണം. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ എത്ര കോടിക്കണക്കിന് രൂപയുടെ ചിലവ് വരും. അപ്പോൾ അതുപോലെ തന്നെ അതിൻ്റെ പേപ്പറുകൾ പ്രിൻ്റ് എടുക്കണം, അത് പ്രോസസ്സ് ചെയ്യണം. പ്രോസസ്സ് ചെയ്യാൻ ഒരു കമ്പ്യൂട്ടറിങ് സെറ്റപ്പ് എല്ലാ ജില്ലകളിലും എല്ലാ താലൂക്കുകളിലും വേണം. അപ്പോൾ അതൊക്കെ നമ്മൾ ഇലക്ഷൻ നടത്തുന്നില്ല. ഇലക്ഷൻ നടത്തുമ്പോൾ എന്തൊക്കെ എത്രത്തോളം ബുദ്ധിമുട്ടുണ്ടോ അത്രത്തോളം ബുദ്ധിമുട്ട് തന്നെ നമുക്ക് ഈ ഒരു സെൻസസ് നടത്തുമ്പോഴുണ്ട്. സോ ദാറ്റ് ഈസ് വെരി ഡിഫിക്കൽട്ട് ടു ഹാൻഡിൽ. ഓക്കെ, ബട്ട് വി റിക്വയർ ദ സെൻസസ് ഡാറ്റ ഓൾസോ. നമുക്ക് ആ ഡാറ്റ ആവശ്യമാണ്. കാരണം ഇത് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഈ ഡാറ്റ കളക്ഷനും പ്രോസസ്സ് കൃത്യമായ ഒരു രാജ്യത്തിൻ്റെ കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ട് വി ഷുഡ് ടേക്ക് ദ സെൻസസ്. So that is the reason this type of difficulty, that is the reason for conducting the census in every 10 years. സാധാരണ ഇലക്ഷനൊക്കെ 5 വർഷം കൂടുമ്പോഴേ നടക്കുക, പക്ഷേ സെൻസസ് നടക്കുന്നത് 10 വർഷം കൂടുമ്പോഴാണ്. അതിൻ്റെ കാരണം ഇതാണ്, മനസ്സിലായില്ലേ? ഒരുപാട് കോസ്റ്റ്ലിയാണ്, മണി വേണം, മാൻ പവർ വേണം, ടൈം വേണം. ഇതൊക്കെ ബുദ്ധിമുട്ടായതുകൊണ്ടാണ് 10 വർഷത്തിലൊരിക്കൽ നമ്മൾ സെൻസസ് നടത്തുന്നത്. സോ വാട്ട് ഈസ് ദ അഡ്വാൻറ്റേജ് ഓഫ് സാമ്പിളിംഗ്? സോ ദാറ്റ് in this stage the requirement of statistics is very crucial. Okay, ഇവിടെയാണ് സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ പ്രാധാന്യം വരുന്നത്. So the study of statistics and the role of statistics hides here. Okay, അപ്പോൾ ഇവിടെയാണ് അതിൻ്റെ സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ പ്രാധാന്യം. എന്താണ്? സാമ്പിൾ എടുത്ത് സ്റ്റഡി നടത്തുക. നമ്മൾ സെൻസസ് എടുത്ത് സ്റ്റഡി നടത്തുമ്പോഴുള്ള ബുദ്ധിമുട്ട് ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? സാമ്പിൾ എടുത്ത് സ്റ്റഡി നടത്തും. So sample may be very the number of sample size may be very low, like ഒരു 300 ആയിരിക്കാം, അല്ലെങ്കിൽ 500 ആയിരിക്കാം, അല്ലെങ്കിൽ so it may be depending upon the study, so that we can manage. അപ്പോൾ ഒരു 100 ഡാറ്റ അല്ലെങ്കിൽ 500 ഡാറ്റ ഒക്കെ എടുക്കണമെങ്കിൽ നമുക്ക് അത്ര ബുദ്ധിമുട്ടൊന്നുമില്ല, അത്ര എക്സ്പെൻസ് ഒന്നും വരില്ല, അല്ലെങ്കിൽ ടൈം കൺസ്യൂം വരുന്നില്ല. സോ അങ്ങനെയാകുമ്പോൾ സ്വാഭാവികമായിട്ടൊരു ചോദ്യം ഉണ്ടാവും, whether this sample study is can be considered as a estimate of population study. പോപ്പുലേഷൻ സ്റ്റഡിക്ക് പകരം നമുക്ക് ഈ സാമ്പിൾ സ്റ്റഡി ആയിട്ട് നമ്മൾ ഉപയോഗിച്ചാൽ മതിയോ? അതാണ് ചോദ്യം, മനസ്സിലായില്ലേ? സോ ദാറ്റ് ക്വസ്റ്റ്യൻ ഇസ് വെരി ക്രൂഷ്യൽ. ബിക്കോസ് നമുക്കറിയില്ല, നമ്മൾ സാമ്പിൾ എടുക്കുമ്പോൾ ചിലപ്പോൾ 500 എടുക്കുന്നുള്ളൂ, പോപ്പുലേഷൻ ചിലപ്പോൾ 130 കോടി ഉണ്ടാവും. ഈ 130 കോടി ജനങ്ങളുടെ റെപ്രസെൻറ്റ് ചെയ്യാൻ വെദർ ദിസ് 500 നമ്പർ ഈസ് സഫീഷ്യൻറ്റ്, അതാണ് ക്വസ്റ്റ്യൻ. Whether this small number of sample is sufficient for representing or drawing information regarding the bigger community. Okay, so that is very important question. So the answer is nothing but answer endana? The statistical theory ensures that endana this sample study is sufficient for drawing information regarding the population. ഈ ഒരു സാമ്പിൾ സ്റ്റഡി മതി ഒരു 1% അല്ലെങ്കിൽ ഒരു 2% അല്ലെങ്കിൽ 5% വരെ ചിലപ്പോൾ മാറ്റങ്ങൾ ഉണ്ടാകാം പോപ്പുലേഷൻ്റെ ഇൻഫറൻസിൽ നിന്ന്. പക്ഷേ 95% അല്ലെങ്കിൽ 99% എന്താണോ പോപ്പുലേഷനിൽ പറയാൻ പോകുന്നത് അത് തന്നെയായിരിക്കും സാമ്പിൾ കൂടെയും പറയുക, മനസ്സിലായി? സോ ദാറ്റ് ഈസ് ദ തിയറിറ്റിക്കൽ ജസ്റ്റിഫിക്കേഷൻ ഓഫ് ദി സാമ്പിളിംഗ് സ്റ്റഡി. ഓക്കെ, അത് നമുക്ക് തിയറിറ്റിക്കലായിട്ട് പറയാൻ പറ്റും, മനസ്സിലായില്ലേ? അതാണ് സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ പ്രത്യേകത. അപ്പോൾ അതുകൊണ്ടാണ് ഈ സ്റ്റാറ്റിസ്റ്റിക്സിന് ഇത്രമാത്രം റോള് വന്നിരിക്കുന്നത്. എന്താണ്? നമുക്കൊരു സാമ്പിൾ സ്റ്റഡി എടുത്തിയാൽ മതി, പോപ്പുലേഷൻ സ്റ്റഡിക്ക് പകരം നമുക്ക് അതേ ഇൻഫറൻസ് ഏകദേശം 99 അല്ലെങ്കിൽ 95%
കറക്റ്റ് ആയിട്ടുള്ള ഇൻഫറൻസ് നമുക്ക് we can generate. Okay, so that is the advantage of sample study. So different there are other advantages. One is greater speed. പെട്ടെന്ന് ഡാറ്റ കളക്ട് ചെയ്യാം, ആ ഡാറ്റ കളക്ട് ചെയ്ത് അനലൈസ് ചെയ്യാം. ഇപ്പോൾ 130 കോടി ജനറൽ ഡാറ്റ എടുക്കുന്നതിന് പകരം ഒരു 500 പേരുടെ 600 പേരുടെ ഡാറ്റ എടുത്ത് അത് കളക്ട് ചെയ്ത് ചെയ്യാം. ഓക്കെ, ദാറ്റ് ഈസ് വൺ ഓഫ് ദി അഡ്വാൻറ്റേജ്. അപ്പോൾ അങ്ങനെ തന്നെ ഫസ്റ്റ് വൺ ഈസ് ഗ്രേറ്റർ സ്പീഡ്, ദെൻ ഗ്രേറ്റർ ആക്യുറസി. അതാണ് പ്രധാനപ്പെട്ടത്. മനസ്സിലായി? ഏറ്റവും നല്ല പ്രൊവൈഡ് ഗ്രേറ്റ് ആക്യുറേറ്റ് റിസൾട്ട്സ്. ഓക്കെ, സാമ്പിൾ സ്റ്റഡി കിട്ടുന്ന റിസൾട്ട്സ് it will be close to the population results. Okay, so the greater accuracy can be ensured using sample study. More detailed information. Okay, so നമുക്ക് ഒരു സെൻസസ് നടത്തുമ്പോൾ നമുക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ അത് എങ്ങും എത്താതെ വരും. So in a sample study you can add more and more questions because we can collect the sample information within a stipulated time. So that is the advantage of, so you can add more questions or we can draw more information, detailed information regarding the population using the sample study. Okay, another advantage is reduced cost. ഇപ്പോൾ ഈ 130 കോടി ജനങ്ങൾ ഞാൻ പറഞ്ഞല്ലോ സെൻസസ് നടത്തുമ്പോൾ ഇത്രമാത്രം എക്സ്പെൻസ് വരുന്നതുകൊണ്ട് തന്നെയും, സോ ബൈ യൂസിങ് സാമ്പിളിംഗ് സ്റ്റഡി യു ക്യാൻ റെഡ്യൂസ് ദ കോസ്റ്റ്. കേരളത്തിലെ ജനങ്ങളെ മുഴുവൻ ഡാറ്റ എടുക്കുന്നതിന് പകരം ഒരു 500 പേരുടെ ഡാറ്റ മാത്രം എടുക്കാൻ വേണ്ടിയിട്ട് ഒരു 2-3 എന്യൂമറേറ്റേഴ്സിന് നിശ്ചയിച്ചാൽ മതി. അല്ലെങ്കിൽ എന്താണ്, മൊത്തത്തിൽ ഡാറ്റ എടുക്കണമെങ്കിൽ എത്രമാത്രം എന്യൂമറേറ്റേഴ്സ് നിശ്ചയിക്കണം, എത്രമാത്രം പ്രിൻറ്റിങ് ഉണ്ട്, എത്രമാത്രം പ്രോസസ്സിങ് പ്രോബ്ലംസ് ഉണ്ട്, അതൊക്കെ നമുക്ക് അവോയ്ഡ് ചെയ്യാം. So reduce the cost is another advantage. Okay, so these are some basic advantage or basic idea about the advantage of sampling study over census study. I think clear ആണോ നിങ്ങൾക്ക് ഈ പറഞ്ഞ കാര്യങ്ങൾ? നിമ, റാഫി, ക്ലിയർ ആണ്? ക്ലിയർ ആണോ? നന്ദന സുധീർ, ഗോഡ്വിൻ സി ജെ, ക്ലിയർ ആണോ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങള്? ഓക്കെ, ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്, വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്, നമ്മുടെ പ്രാക്ടിക്കൽ ലൈഫിൽ നമ്മൾ കാണുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് നിങ്ങൾക്കത് മനസ്സിലാക്കാനും ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. ഓക്കെ, സോ ഇനി മറ്റൊന്നുള്ളത് സാമ്പിളിംഗ് പ്രൊസീജിയേഴ്സ് ആണ്. എന്താണ് സാമ്പിളിംഗ് പ്രൊസീജിയർ എന്ന് പറയുന്നത്? ഞാനത് നിങ്ങൾക്ക് ഒരുപക്ഷെ അയച്ചു തന്നിട്ടുണ്ടാവുമെന്നറിയില്ല. പ്രൈമറി ഡാറ്റ നിങ്ങളുടെ ഇതിലല്ല, ഞാൻ വേറെ ഒരു സൈക്കോളജി I will show that. ഞാനതൊരു വേറൊരു ക്ലാസ്സിലെടുത്ത് കാണിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. എനിവേ ഐ വിൽ ഡ്രോ ദാറ്റ് ഫിഗർ ഫോർ യു ഓൾസോ. സോ അപ്പം നമ്മൾ സാമ്പിൾ എടുക്കാൻ തീരുമാനിച്ചെന്ന് വിചാരിക്കുക. സപ്പോസ് വി ലീവ് ദ സെൻസസ് പ്രൊസീജിയർ ആൻഡ് we would like to take the sample for the present study.
Suppose this box represents the population and the size of the population is nothing but capital N. Okay, size of population. Okay, and suppose we want to take a sample of size N. Sample size. So how can we select the sample? How can we collect the sample? ഉദാഹരണത്തിന് നമ്മുടെ ഇവിടെ കയ്യിലുള്ളത് ഇതാണെന്ന് വിചാരിക്കുക. ഇതൊരു ഡാറ്റ, ഇത് വേറൊരു ഡാറ്റ, ഇത് വേറൊരു ഡാറ്റ, അല്ലെങ്കിൽ ഓരോ ആളുകളാണെന്ന് വിചാരിക്കുക. നിങ്ങളെപ്പോലെ നിങ്ങളുടെ ക്ലാസ്സിലിരിക്കുന്ന കുട്ടികളെ പോലെ ആളുകളെന്ന് വിചാരിക്കുക. നിങ്ങൾക്ക് ഒരു കാര്യം ചെയ്യാം, എല്ലാ ആളുകൾക്കും ഒരു നമ്പർ വേണമെങ്കിൽ കൊടുക്കാം. 1, 1, 2, 3, 7, etc. അപ്പോൾ അങ്ങനെ നമ്മൾ എല്ലാത്തിനും നമ്പർ കൊടുത്തു. സോ യു ക്യാൻ write this number in a paper slip and put in a box, and you can shuffle it well and take small n number of slips, and corresponding to each slip you can record the values of the units. Okay, നമ്മൾ ഇത് ഒരു 50 ഉണ്ടെന്ന് വിചാരിക്കുക. 50 ഉണ്ടെങ്കിൽ നമുക്കൊരു 10 എണ്ണമാണ് വേണ്ടതെന്ന് വിചാരിക്കുക. അങ്ങനെയാകുമ്പോൾ ഈ 10 എണ്ണം നമ്മൾ 10 സ്ലിപ്പ് എഴുതുക. പേപ്പറിൻ്റെ സ്ലിപ്പിൽ 1, 2, 3 അങ്ങനെ 10 വരെ എഴുതാം, അല്ലെങ്കിൽ 50 വരെ എഴുതാം. എന്നിട്ട് അതിൽ നിന്ന് റാൻഡമായിട്ട് ഒരു 10 എണ്ണം എടുക്കുക. അപ്പോൾ നമുക്ക് കിട്ടുന്നത് ഒരു പക്ഷേ എന്തായിരിക്കും? അപ്പോൾ നമുക്ക് കിട്ടുന്നത് ചിലപ്പോൾ അപ്പോൾ നമ്മൾ സാമ്പിൾ പുറത്തേക്ക് എടുത്തുന്നിരിക്കുക, ഒരു എക്സെട്ര 10 എണ്ണം എടുത്തു. അപ്പോൾ ഒന്നാമത്തെ ഒരു പക്ഷേ നമ്മൾ റാൻഡായിട്ട് എടുത്തപ്പോൾ കിട്ടിയത് ചിലപ്പോൾ 3 ആയിരിക്കും, നമ്പർ 3. രണ്ടാമത് വീണ്ടും നമ്മൾ സാമ്പിൾ റാൻഡായിട്ട് എടുത്തപ്പോൾ ചിലപ്പോൾ 6 ആയിരിക്കും. അങ്ങനെ മൂന്നാമത് എടുത്തപ്പോൾ 7 ആയിരുന്നു. അവസാനം എടുത്തപ്പോൾ 39th പൊസിഷനിൽ. അപ്പോൾ അങ്ങനെ 10 ഡാറ്റ നമ്മൾ എടുത്തു, മനസ്സിലായില്ലേ? 10. എന്നിട്ട് ഈ 10 പേരുടെ അല്ലെങ്കിൽ 10 യൂണിറ്റിൻ്റെ ഒബ്സർവേഷൻ നമ്മൾ എടുക്കും. ഉദാഹരണത്തിന് ഹൈറ്റ് ആണെങ്കിൽ ഹൈറ്റ്, വെയിറ്റ് ആണെങ്കിൽ വെയിറ്റ്, അല്ലെങ്കിൽ മാർക്കാണെങ്കിൽ മാർക്ക്, എന്താണോ നമ്മൾ സ്റ്റഡി ചെയ്യുന്നത് ആ സ്റ്റഡി വേരിയബിൾസ് നമ്മൾ ഇവരിൽ നിന്ന് മെഷർ ചെയ്തെടുക്കും. സോ ഇത് പോപ്പുലേഷൻ കണ്ടെയ്ൻസ് സപ്പോസ് ക്യാപിറ്റൽ N is equal to 15, then the sample contains only 10. So this procedure is called, ഇനി നമുക്ക് വേറൊരു കാര്യം ചെയ്യാം, ഇതിനെയാണ് പറയാം സിമ്പിൾ റാൻഡം സാമ്പിളിംഗ് എന്ന് പറയും. സിമ്പിൾ റാൻഡം സാമ്പിളിംഗ്. അപ്പം ഞാനിവിടെ എഴുതാം സിമ്പിൾ റാൻഡം സാമ്പിളിംഗ്. അത് വിത്ത് റീപ്ലേസ്മെന്റ് ഉണ്ട്, വിത്തൗട്ട് റീപ്ലേസ്മെന്റ് ഉണ്ട്. വിത്ത് റീപ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? നമ്മളൊരു ഇപ്പോൾ 3 നമ്മൾ എടുത്തു നേരിക്കാം. 3 എടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും ആ 3നെ ഈ ബോക്സിലേക്ക് തന്നെ തിരിച്ചിടാം. അപ്പോൾ വീണ്ടും നമ്മൾ റാൻഡായിട്ട് എടുക്കുമ്പോൾ ചിലപ്പോൾ വീണ്ടും 3 വരാം. ഓക്കെ, അപ്പോൾ വിത്ത് റീപ്ലേസ്മെന്റിൽ വീണ്ടും വരാം, റെപ്പറ്റീഷൻ ഉണ്ടാകാം, പക്ഷേ സിമ്പിൾ റാൻഡം സാമ്പിളിംഗ് വിത്തൗട്ട് റീപ്ലേസ്മെന്റ് ആണെങ്കിലോ, അതായത് നമ്മളൊരു യൂണിറ്റ് എടുത്തു, ആ യൂണിറ്റ് പിന്നെ തിരിച്ച് ആ ബോക്സിലേക്ക് ഇടുന്നില്ല. അപ്പോൾ അതിന് നമ്മൾ പറയും സിമ്പിൾ റാൻഡം സാമ്പിളിംഗ് വിത്തൗട്ട് റീപ്ലേസ്മെന്റ്. ഓക്കെ, നോ റീപ്ലേസ്മെന്റ്. അപ്പോൾ അതിൻ്റെ പ്രത്യേകത നോ റീപ്ലേസ്മെന്റ്. ആദ്യത്തേൽ വിത്ത് റീപ്ലേസ്മെന്റ് റീപ്ലേസ് ചെയ്യും, വീണ്ടും അതിലേക്ക് തിരിച്ചിടും. പക്ഷെ വിത്തൗട്ട് റീപ്ലേസ്മെന്റിൽ നമ്മൾ തിരിച്ചിടില്ല. ആ ഡാറ്റ ഒരു യൂണിറ്റ് എടുത്തു കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മുടെ ക്ലാസ്സിൽ വന്നിട്ട് നിങ്ങളൊരു 30 വരുന്നതായിരിക്കും, എനിക്ക് 10 പേരെ ഡാറ്റ വേണം. ഒരാളുടെ ഡാറ്റ എടുത്താൽ പിന്നെ അയാളെ നമ്മൾ വീണ്ടും കൺസിഡർ ചെയ്യില്ല. അതാണ് വിത്തൗട്ട് റീപ്ലേസ്മെന്റ്. പക്ഷെ നമ്മൾ ലോട്ടൊക്കെ ഇട്ടെടുക്കുമ്പോൾ ആ പേര് വീണ്ടും നമ്മൾ ലോട്ടിൽ ഉൾപ്പെടുത്തിയാൽ അത് വിത്ത് റീപ്ലേസ്മെന്റ് ആവും. അപ്പോൾ അങ്ങനെ 2 ടൈപ്പ് ഉണ്ട്.
സിമ്പിൾ റാൻഡം സാമ്പിളിംഗ് വിത്ത് റീപ്ലേസ്മെൻറ്റും വിത്തൗട്ട് റീപ്ലേസ്മെൻറ്റും. ഓക്കെ, അതൊരു സാമ്പിളിംഗ് പ്രൊസീജിയറാണ്, സാമ്പിൾ എടുക്കുന്ന രീതിയാണ് ഞാൻ പറഞ്ഞത്. പൊതുവേ സാധാരണ നമ്മൾ ഉപയോഗിക്കാറുള്ള സാമ്പിളിംഗ് രീതിയാണ് സിമ്പിൾ റാൻഡം സാമ്പിളിംഗ് വിത്ത് ആൻഡ് വിത്തൗട്ട് റീപ്ലേസ്മെൻറ്റ്. വേറൊരു മെത്തേഡ് എന്ന് പറയുന്നത് ഞാൻ അടുത്ത് കാണിക്കാം. സ്ട്രാറ്റിഫൈഡ് സാമ്പിളിംഗ്. സ്ട്രാറ്റിഫൈഡ് സാമ്പിളിങ്ങിൻ്റെ പ്രത്യേകത, നമ്മൾ ഇപ്പോൾ ഉദാഹരണം കേരളത്തിന് നമ്മൾ 14 ഡിസ്ട്രിക്റ്റ് ആയിട്ട് തിരിക്കും. കേരളത്തിന് നമ്മൾ 14 ടോട്ടൽ n നമ്പർ ഓഫ് യൂണിറ്റ്സ് ആയിരിക്കും ഉണ്ടാവുക. പക്ഷെ നമ്മൾ എന്ത് ചെയ്യും, ഇതിനെ നമ്മൾ ഈ ഒരു എൻ്റയർ പോപ്പുലേഷൻ നമ്മൾ പല സ്റ്റാറ്റാസ് ആയിട്ട് തിരിക്കും. ഇതിന് ഓരോന്നിനും പറയുന്ന പേരാണ് സ്റ്റാറ്റ. ഇപ്പോൾ തിരുവനന്തപുരം ഡിസ്ട്രിക്റ്റ്, പിന്നെ കൊല്ലം എക്സെട്ര, അവസാനം കാസർഗോഡ് വരെ. മനസ്സിലായില്ലേ? അങ്ങനെ നമ്മൾ പല ഗ്രൂപ്പുകളായിട്ടിരിക്കും. ഇനി ഓരോന്നിൻ്റെ പ്രത്യേകത എന്തായിരിക്കും, ഓരോന്നിലും ഉദാഹരണത്തിന് ഇവിടെ N1 നമ്പർ ഉണ്ടാവും, ഇവിടെ ജില്ലയിലെ നമ്പർ N2 ഉണ്ടാകാം എക്സെട്ര. ഇവിടെ എൻ കെ നമ്പർ ഓഫ് ഒബ്സർവേഷൻ ഉണ്ടാവും, ആളുകൾ ഉണ്ടാവും, അല്ലെങ്കിൽ ഡാറ്റ ഉണ്ടാവും. പക്ഷെ നമ്മൾ എന്താ ചെയ്യുക, നമ്മൾ ഈ ഒരു ഇതിന് പറയുന്ന പേരാണ് സ്ട്രാറ്റ. സ്ട്രാറ്റ 1, അതുപോലെ തന്നെ സ്ട്രാറ്റ 2 സ്ട്രാറ്റ കെ. ഇതിന് പറയുന്നത് സ്ട്രാറ്റിഫൈഡ് സാമ്പിളിംഗ്. ഇനി നമ്മൾ എന്താ ചെയ്യുക, ഓരോ സ്ട്രാറ്റയിൽ നിന്നും നമ്മൾ എത്ര എടുക്കും, ഇവിടുന്ന് ഒരു സ്മോൾ N1 നമ്പർ എടുക്കും, ഇവിടുന്ന് ഒരു സ്മോൾ N2 എടുക്കും. അത് നേരത്തെ പറഞ്ഞ സിമ്പിൾ റാൻഡം സാമ്പിളിംഗ് പ്രൊസീജിയർ വഴിയായിട്ട് ഇവിടുന്ന് ഒരു NK എടുക്കും. അപ്പോൾ ടോട്ടൽ എത്ര ഡാറ്റ എടുത്തിട്ടുണ്ടാവും നമ്മൾ, N1 പ്ലസ് N2 പ്ലസ് എക്സെട്ര പ്ലസ് NK. അതാണ് സ്മോൾ n എന്ന് പറയുന്ന നമ്പർ. അത്രയും ഡാറ്റ നമ്മൾ ഈ മൊത്തം ഇതിൽ നിന്ന് എടുത്തിട്ടുണ്ടാവും. ഓക്കെ, സോ അത് വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒരു ഇത് കൊടുക്കാം. ഇതാണ് അതിൻ്റെ ഡാറ്റ. നമ്മളെല്ലാത്തിൽ നിന്നും കുറച്ച് ഡാറ്റ കളക്ട് ചെയ്തു. ഇതിന് N1, രണ്ടാമത്തേത് N2, N3 എക്സെട്ര NK. സോ ഈ പ്രൊസീജിയറിനെയാണ് പറയാം. അപ്പോൾ ഇതിൻ്റെ ഈ സ്ട്രാറ്റയുടെ പ്രത്യേകത എന്തായിരിക്കും, ഇത് ഹോമോജീനിയസ് ആയിരിക്കും. അതുപോലെ തന്നെ ഈ സ്ട്രാറ്റ ഹോമോജീനിയസ് ആയിരിക്കും. അതുപോലെ തന്നെ ഓരോന്നും ഹോമോജീനിയസ് ആയിരിക്കും. മനസ്സിലല്ലേ? പക്ഷെ നോക്കി, ഇത് മൊത്തത്തിൽ പോപ്പുലേഷൻ നോക്കുമ്പോൾ ഇപ്പോൾ എന്താണ്, മലയോര പ്രദേശങ്ങളിലുള്ള ഡാറ്റ പോലെ ആയിരിക്കില്ല സമതല പ്രദേശം ഡാറ്റ പോലെ ആയിരിക്കില്ല ടൗണുകളിൽ. അപ്പോൾ അതുകൊണ്ട് ഇത് മൊത്തത്തിൽ നോക്കുമ്പോൾ ഹെറ്ററോജീനിയസ് ആയിരിക്കും. ഓക്കെ, ഹെറ്ററോജീനിയസ് ആയിരിക്കും. നമ്മളിപ്പോൾ കുന്നിൻ മുകളിലൊക്കെ തട്ടുകളായിട്ട് തിരിക്കില്ലേ എന്ന് പറഞ്ഞ പോലെ പല തട്ടുകളായിട്ടായിരിക്കും കിടക്കുക. പക്ഷെ ഓരോ തട്ടിലും ഈ പറഞ്ഞ പോലെ ഹോമോജീനിയസ് ആയിരിക്കും. പക്ഷേ മൊത്തത്തിൽ നോക്കിയാൽ അത് ഹെറ്ററോജീനിയസ് ആയിരിക്കും. ഓക്കെ, സോ collecting the data from different status and analyzing that data, that procedure is usually called stratified sampling plan. Okay, അപ്പോൾ ഇത് ഞാൻ നിങ്ങളുടെ ഗ്രൂപ്പിലേക്ക് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ 2 ടൈപ്പായി. ഒന്ന് സിമ്പിൾ റാൻഡം സാമ്പിളിംഗ്, അതിൽ വിത്ത് ഉണ്ട്, വിത്തൗട്ട് റീപ്ലേസ്മെൻ്റ് ഉണ്ട്. അതുപോലെ തന്നെ സ്ട്രാറ്റിഫൈഡ് സാമ്പിളിംഗ്. വേറെ ഒന്നുള്ളത്, ഇതിപ്പോൾ 2 എണ്ണമായല്ലോ, വേറെ ഒരെണ്ണമുള്ളത് അങ്ങനെ ഞാൻ പറയാം. സിസ്റ്റമാറ്റിക് സാമ്പിളിംഗ് ആകുമ്പോൾ ഒരു സിസ്റ്റമാറ്റിക് ആയിരിക്കും. ടോട്ടൽ n ഉണ്ടെന്ന് വിചാരിക്കാം. ടോട്ടൽ n നമ്പർ ഉണ്ട്. ആ എന്നിന് നമുക്ക് സ്മോൾ n നമ്പർ സാമ്പിളെ വേണ്ടതെങ്കിൽ ഇതിന് നമുക്ക് NK എന്ന് എഴുതാൻ പറ്റുമെന്ന് വിചാരിക്കുക. NK, അതായത് ഇപ്പോൾ 50നെ നമുക്ക് എങ്ങനെ എഴുതാം, 50നെ നമുക്ക് 10 ഗുണിക്കണം 5, മനസ്സിലായില്ലേ? അങ്ങനെ എഴുതാമല്ലോ. എന്ന് പറഞ്ഞ പോലെ NK നമുക്ക് അങ്ങനെ എഴുതാൻ പറ്റുമെങ്കിൽ നമുക്ക് ഈ ഒരു മൊത്തത്തിൽ ഡാറ്റയെ നമുക്ക്
ഇങ്ങനെ എടുക്കാം. ഇവിടെ ഏതാണ് ആദ്യത്തെ ഗ്രൂപ്പ്, ഇവിടെ രണ്ടാമത്തെ ഗ്രൂപ്പ് എക്സെട്ര, അങ്ങനെ താഴെ അവസാനം ലാസ്റ്റ് ഗ്രൂപ്പ്. ഈ ഗ്രൂപ്പിലുള്ള കമ്പോണൻസ് എന്ന് പറയുന്നത് x1 പിന്നെ x2 ഇതൊക്കെയാണ് അതിൻ്റെ ഡാറ്റ എന്ന് ഇരിക്കുക. xk. ഇനി ഇവിടെ വരുന്നത് k+1, അതുപോലെ തന്നെ ഇവിടെ വരുന്നത് xk+2 എക്സെട്ര. ഇവിടെ വരുന്നത് എന്താണ് x of 2k, മനസ്സിലായില്ലേ? 2k എക്സെട്ര. അവസാനം ലാസ്റ്റിലേക്ക് എന്താ വരിക? ഇവിടെ വരുന്നത് x of nk ആയിരിക്കും, കാരണം അവിടെ nk നമ്പറാണല്ലോ അത്. ഇവിടെ വരുന്നത് x of n-1 into k ആവും. ഇവിടെ ഈ പൊസിഷനിൽ വരുന്നത്, രണ്ടാമത്തെ പൊസിഷനിൽ വരുന്നത് x of x of k+1 x of ബാക്കോട്ട് പോകുന്നതല്ലേ, x of nk minus k ഇങ്ങനെ എഴുതാം. nk minus k plus 2 ഇങ്ങനെ എഴുതാം. nk minus k, ഇവിടെ ഒരു +1 അടി വരും. ഇത് ഇങ്ങനെയായിരിക്കും. ഇങ്ങനെ നമ്മൾ അറേഞ്ച് ചെയ്യും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും? then we select any one sample from the first row. മനസ്സിലായില്ലേ? ഉദാഹരണത്തിന് x2 നമ്മൾ റാൻഡം ആയിട്ട് എടുത്തിരിക്കുക, സിമ്പിൾ റാൻഡം സാമ്പിളിങ് വേണ്ടിയിട്ട് x2 നമ്മൾ എടുത്തു, ഈ ആദ്യത്തെ റോയിൽ നിന്ന് മാത്രം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? പിന്നെ നമ്മൾ എടുക്കുന്ന സാമ്പിളൊക്കെ ഫിക്സഡ് ആണ്. ഏതായിരിക്കും വരിക? ഈ സെക്കൻഡ് പൊസിഷനിൽ വരുന്നതായിരിക്കും എല്ലാം എടുക്കുക. മനസ്സിലായില്ലേ? അപ്പോൾ നമുക്കിവിടെ ഒരു n ഒബ്സർവേഷൻ കിട്ടി, 1 2 3 എക്സെട്ര n നമ്പർ ഓഫ് ഒബ്സർവേഷൻ കിട്ടി. ഓക്കെ. ഇനി നമ്മൾ എടുക്കുന്നത് വേറൊരു സാമ്പിൾ, ഇപ്പോൾ xk ആണ് നമ്മൾ റാൻഡായിട്ട് എടുത്തിരിക്കുക. അപ്പോൾ നമുക്ക് ഏതെടുക്കണം? ആ kth പൊസിഷനിൽ വരുന്ന എല്ലാം വേണ്ടി നമ്മൾ സാമ്പിളായിട്ട് എടുക്കും. ഓക്കെ. ഇത് ഇവിടെ ഈ കളറാണ് വരിക കേട്ടോ. ഓക്കെ. സോ പച്ചയും വരും. സോ അപ്പം നമ്മളിവിടെ ഒരു n നമ്പർ ഓഫ് സാമ്പിൾ കിട്ടി, ഇവിടെ ഒരു n നമ്പർ ഓഫ് സാമ്പിൾ കിട്ടി. ഈ പ്രൊസീജിയറിനാണ് പറയുക സിസ്റ്റമാറ്റിക് സാമ്പിളിംഗ് പറയും. സിസ്റ്റമാറ്റിക് സാമ്പിളിംഗ്. മൂന്നാമത്തെ ടൈപ്പാണ് സിസ്റ്റമാറ്റിക് സാമ്പിളിംഗ്. ഓക്കെ. ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു, ഞാൻ പറഞ്ഞ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. സിസ്റ്റമാറ്റിക് സാമ്പിളിംഗ്. ഇനി ഒരെണ്ണം കൂടിയില്ല, അതും കൂടി പറഞ്ഞിട്ട് നമുക്ക് ഇന്നത്തെ അവസാനിപ്പിക്കാം. ലാസ്റ്റ് വൺ, ദാറ്റ് ഈസ് ക്ലസ്റ്റർ സാമ്പിളിംഗ്. അപ്പോൾ എന്താണ് ക്ലസ്റ്റർ സാമ്പിളിംഗ് നോക്കാം. അപ്പോൾ നമ്മൾ മൊത്തത്തിൽ പോപ്പുലേഷൻ നമുക്ക് പല പല ക്ലസ്റ്ററായിട്ടാണ് കിടക്കുന്നതായിരിക്കുക. തിരുവനന്തപുരം അല്ലെങ്കിൽ എന്താണ് ചില ഗ്രൂപ്പുകളായിട്ട് ഇങ്ങനെ ക്ലസ്റ്ററുകളായിട്ട് കിടക്കുന്നതായിരിക്കുക. മൊത്തം പോപ്പുലേഷൻ ഇങ്ങനെ പലതായിട്ട് നമ്മുടെ മാപ്പൊക്കെ നോക്കി എങ്ങനെയാണല്ലോ ഉണ്ടാവുക, ഇങ്ങനെയാണ് ഇരിക്കുക. അപ്പോൾ ക്ലസ്റ്റർ നമ്പർ 1. എന്ത് ചെയ്യുക? ഇത് ക്ലസ്റ്റർ നമ്പർ 1 C1, ഇത് ക്ലസ്റ്റർ നമ്പർ 2 C2, C3, C4, C5, C6, C7. So we have 7 clusters. അപ്പോൾ ഇതിൽ കുറേ ഡാറ്റകൾ ഉണ്ടാവും. ഓരോ ക്ലസ്റ്ററിലും ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു പഞ്ചായത്ത് ഒരു ക്ലസ്റ്ററായിട്ട് കണക്കാക്കാം, അല്ലെങ്കിൽ ഒരു ജില്ല ഒരു ക്ലസ്റ്ററായിട്ട് കണക്കാക്കാം, അല്ലെങ്കിൽ ഒരു സംസ്ഥാനം ഒരു ക്ലസ്റ്ററായിട്ട് കണക്കാക്കാം. സോ എനിവേ വി വിൽ ഹാവ് n number of clusters, and
സ്ട്രാറ്റിഫൈഡ് സാമ്പിളിങ്ങിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിൽ നമ്മൾ എല്ലാ കണ്ട ഈ റിങ് വരച്ചപ്പോൾ എല്ലാത്തിലും അത് വന്നിരുന്നു, എല്ലാത്തിലും അത് വന്നു. അതിലേക്ക് എല്ലാ സ്ട്രാറ്റയിലും നമ്മൾ ഡാറ്റ കളക്ട് ചെയ്തു. പക്ഷെ ക്ലസ്റ്റർ സാമ്പിളിങ്ങിൻ്റെ പ്രത്യേകത നമ്മൾ ക്ലസ്റ്ററുകൾ റാൻഡം ആയിട്ട് എടുക്കും. സപ്പോസ് വി ഹാവ് ടേക്കൺ ദിസ് ആസ് റാൻഡംലി. അപ്പോൾ ഇങ്ങനെ 3 ക്ലസ്റ്റർ നമ്മൾ വി ഹാവ് ടേക്കൺ റാൻഡംലി. സോ വാട്ട് വിൽ ബി ദ നെക്സ്റ്റ് സ്റ്റെപ്പ്? ഇനി നമ്മൾ വേറെ ഇത് ഓരോന്നിനും ഡാറ്റ കളക്ട് ചെയ്യാൻ പോകുന്നില്ല. നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ അതിൽ നിന്ന് കംപ്ലീറ്റ് ഡാറ്റ എടുക്കും. മനസ്സിലായില്ലേ? യു ഷാൽ കളക്ട് കംപ്ലീറ്റ് ഇൻഫർമേഷൻ. ഓക്കെ, ഈ ക്ലസ്റ്ററിൽ നിന്ന് കംപ്ലീറ്റ് എടുക്കും. ഇവിടെ എത്ര പേരുണ്ടോ അത്ര ആളുകളുടെ മുഴുവൻ എടുക്കും, ഇവിടെ എത്ര ആളുകളുണ്ടോ അത്ര ആളുകളുടെ മുഴുവൻ എടുക്കും. മനസ്സിലായില്ലേ? അപ്പോൾ മറ്റ് ക്ലസ്റ്ററുകളിൽ നിന്ന് ഡാറ്റ എടുക്കില്ല. സോ ദിസ് മെത്തഡോളജി ഈസ് കോൾഡ് ക്ലസ്റ്റർ സാമ്പിളിംഗ്. ഓക്കെ, അപ്പോൾ 4 ടൈപ്പാണുള്ളത് മേജറായിട്ട്. പല ടൈപ്പ് ഉണ്ട്, പക്ഷേ convenience we consider only 4 type of sampling. ആദ്യത്തെ എന്തായിരുന്നു? സിമ്പിൾ റാൻഡം സാമ്പിളിംഗ് വിത്ത് ആൻഡ് വിത്തൗട്ട് റീപ്ലേസ്മെന്റ്. then stratified sampling, then systematic sampling, then cluster sampling. So these are the 4 major procedures of selecting sample. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഡിസ്കഷനിൽ നിങ്ങൾക്ക്